കാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒരു കാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. ഹലോ, ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, വന്ദനം, സുസ്വാഗതം. ഞാൻ ആർജെ ഫരി, ഞാൻ ആർജെ വിക്കി. നിങ്ങളോടൊപ്പം ഇനി അടുത്ത 1 മണിക്കൂർ എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങി റെഡി ആയിരിക്കണം ഞങ്ങൾ. അതെ, നമ്മുടെ ഇറംഗസ് എക്സ്പ്രസിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഫരി, എന്തോ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തുകൊണ്ടാണ് വന്നില്ല എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അതല്ലല്ലോ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമായിരുന്നില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള കാര്യമായിരുന്നില്ല. ഓക്കെ, എന്നാ പറഞ്ഞ സത്യസന്ധമായിട്ട്. ഞാൻ ആക്ച്വലി ഓഫീസ് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി ഇവിടത്തേക്കുള്ള യാത്രയായിരുന്നു, എക്സ്പ്രസ് പിടിക്കാനുള്ള യാത്രയായിരുന്നു. എന്നെ 4 പേരെ കൊട്ടേഷൻ കൊടുപ്പിച്ച് ഇസാട്ടോണിൽ ഇറക്കിച്ചതാണ് ഫരി. അവരെ ഞാൻ ഇന്ന് പിടികൂടി അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അപ്പൊ ഇനി അത് ആവർത്തിക്കരുത് കേട്ടോ. അതെ, കാരണം ഐഷു ആയിട്ട് എന്താ പറയുക, ഐഷു എൻ്റെ ഒരു ഫാനും കൂടിയാണ്. എങ്ങനെയാണ് ഐഷു എൻ്റെ ഫാനായെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. കഴിഞ്ഞ ആഴ്ച ഐഷു ഇരുന്നുണ്ടല്ലോ കൂടെ. അപ്പോൾ ഐഷു ഇതിന് മുമ്പ് ഒരു കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ, ജാൻസി റാണിമാരി യാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് മറ്റേ ആ സമാജ ഏരിയയിലേക്ക് കറങ്ങിയിറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുട്ടിക്ക് കുതിരയെ കണ്ടപ്പോൾ പേടിയായി. അപ്പോൾ ആ കുട്ടിക്ക് മോറലി ഞാൻ സപ്പോർട്ട് കൊടുത്ത് കുതിരപ്പുറത്ത് ഇരിക്കാനുള്ള നാക്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് കുതിരയിൽ സവാരി ചെയ്യിച്ച ആ നന്ദി ആ കുട്ടി എപ്പോഴും എൻ്റെ അടുത്ത് ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ഗൂഢ ലക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് ആ ഷോ മിസ്സായത്. അപ്പൊ വെറുതെ അല്ല, അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഷു ആണ് കൊട്ടേഷൻ കൊടുത്തത്, അല്ലാണ്ട് ഞാനല്ല. അല്ലല്ലോ, ആ കുട്ടിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്നെ ആ കുട്ടി തീർച്ചയായിട്ടും കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് അറിയില്ലല്ലോ നിങ്ങൾ രണ്ടുപേർക്കും അറിയാന്നുള്ളത്. ആണോ? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട? ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കാം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ വിക്കി ഓടിപ്പോയിട്ട് CBI കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ ഈ പരിപാടിയിലേക്ക് മുമ്പോട്ടേക്ക് പോകാം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ റംഗിന്റെ എക്സ്പ്രസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ തരാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോ റംഗിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ചിന്തിപ്പിക്കാനും കൂടിയായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതെ, ഇടയ്ക്ക് ചിരിപ്പിക്കാൻ ശ്രമിക്കും കേട്ടോ. ഇടയ്ക്കല്ല കേട്ടോ, ഇതെപ്പോഴും ചിരിപ്പിക്കാൻ ശ്രമിക്കും. വിക്കി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. ഞാനാണ് കുറച്ചും കൂടെ ഒത്തിരി സീരിയസ് ഒക്കെ ആയിട്ട്. എന്നാൽ നമുക്ക് റേഡിയോ റംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യം, അത് മാത്രമല്ല നമുക്ക് ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കാനുണ്ട്. ആരും തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. കോൺടാക്ട് ചെയ്യാതെ ആ സമ്മാനങ്ങളൊന്നും ലാപ്സായി പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഇപ്പം പരിപാടി കുറച്ച് പേരിനല്ല, നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള എല്ലാ വിന്നേഴ്സിന്റെയും പേരുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലീസ് നമ്മുടെ റേഡിയോ റംഗിന്റെ ഇതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പേഴ്സ് വെച്ചിട്ട്. അപ്പോൾ റേഡിയോ റംഗിന്റെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. 20th സെപ്റ്റംബറിലെ നമ്മുടെ വിന്നറായിരുന്നു നമ്മുടെ മിസ്റ്റർ സഞ്ജയ് കൃഷ്ണൻ നമ്പ്യാൽ. 27 സെപ്റ്റംബറിന്റെ വിന്നർ നിത പ്രശാന്ത്. 4th ഒക്ടോബറിന്റെ വിന്നർ നിവേദിത. 11th ഒക്ടോബറിന്റെ വിന്നർ ഉമ അയ്യർ. 18th ഒക്ടോബറിലെ വിന്നർ ബഷീർ PP. 25th ഒക്ടോബറിന്റെ വിന്നർ റഹീം ചന്ദനത്ത്. 8th നവംബറിലെ വിന്നർ ശ്രീലക്ഷ്മി വിപിൻ. 15th നവംബറിലെ വിന്നർ അച്ചു. നിങ്ങളെല്ലാവരും നമ്മുടെ റേഡിയോ റംഗിനെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മളെ അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ കോൺടാക്ട് നമ്പേഴ്സ്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വഴി ഡയറക്റ്റ്ലി വാട്സാപ്പ് മെസ്സേജസ് വരുന്നതാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ മൊബൈൽ നമ്പേഴ്സ് അയച്ചു തരിക. റേഡിയോ റംഗിന്റെ ഓഫീസിൽ നിന്നും നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഐഫോണിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, വെബ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതെന്തായിരുന്നു വിക്കി? അത് ഈ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി നമുക്ക് പറയാം. ഒന്ന് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഐഫോണിൽ നിങ്ങൾ www.radiorang.net അത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മുടെ ഡയറക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർ അതുവഴി നമ്മുടെ റേഡിയോ റംഗിലേക്ക് കടക്കാവുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, യു ആർ ലിസണിംഗ് ടു റേഡിയോ റംഗ് എക്സ്പ്രസ്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങളുടെ പതിവ് ശൈലി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കൊരു അടിപൊളി ചോദ്യം, അതായത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചൈനീസ് ഭാഷയിൽ ഒരു ചോദ്യമാണ് ഇന്ന് ഫരി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും
കുസൃതി ചോദ്യമല്ല, ഇതൊരു കടങ്കഥ ടൈപ്പ് ഒരു അല്ല, ഒരു ചൈനീസ് കടങ്കഥയാണ്. സത്യം, അതെ. അതിനകത്ത് ചീച്ചു എന്നൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഒരു ചോദ്യമാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവാം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശിശി ശുഷു രണ്ടൊച്ച, എടുത്ത് നോക്കിയാൽ 100 ഓട്ട. എന്താണത്? ശിശി ശുഷു രണ്ടൊച്ച, എടുത്തു നോക്കിയാൽ 100 ഓട്ട. എന്താണത്? നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പം പല സംഗതികളും ഇപ്പം മിന്നി മായുന്നുണ്ടാവും. എന്താണ് ഈ ശീശി ശൂഷു രണ്ടൊച്ച എടുത്തു നോക്കിയാൽ 100 ഓട്ട, അത് എന്ത് എന്നുള്ള ചോദ്യമാണ്. അതിനെക്കുറിച്ചിട്ട് അവർ ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മിക്കവാറും ഗൂഗിളിലൊന്നും തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചാൽ മാത്രം കിട്ടാവുന്ന ഒരു തരത്തിലുള്ള ഉത്തരവാണ് ഈ ചോദ്യത്തിന്. അതെ, ചൈനയായിട്ട് ഇതിന് ചെറിയൊരു ബന്ധമുണ്ട്. ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുവരെ നിങ്ങൾ റേഡിയോ റംഗ് എക്സ്പ്രസിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതെ, ഞങ്ങളുടെ കൂടെ 8 മണി വരെ നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ എന്താണ് ഉത്തരം എന്നുള്ളത് അറിയാവുന്നതാണ്. പക്ഷെ ഞങ്ങളെ തല്ലരുത് ഇതിന്റെ ഉത്തരം കേട്ടിട്ട്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ആലോചിച്ചോളൂ. നിങ്ങളുടെ തലയിൽ ഇപ്പൊ പോയിട്ടുള്ള ഉത്തരങ്ങളല്ല ശരിക്കും ഉത്തരം. അതത്ര പെട്ടെന്ന് അങ്ങനെ കിട്ടുന്ന ഒരു ഉത്തരമല്ല. ശരിയാണ്. അപ്പൊ എളുപ്പം പോരട്ടെ, കമന്റ്സ് ഒക്കെ പോരട്ടെ. ഞങ്ങളെ ഗൂഗിളൊന്നും ട്രൈ ചെയ്യണ്ട കേട്ടോ. ഗൂഗിളൊന്നും ഇല്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്. അതെ, ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള അല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടില്ല. എന്താ വെച്ചാൽ ഗൂഗിളുകാർക്ക് പോലും ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉത്തരമാണിത്. അതെ, സത്യം. നമ്മുടെ വിക്കിയുടെ തലയിൽ കൂടെ വന്നിട്ടുള്ള സാധനം. അപ്പൊ പിന്നെ എന്തായാലും ഉറപ്പാ. വിക്കി, എല്ലാ ഷോയിലും നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് ഇന്നത്തെ ഹിസ്റ്ററീസോ അല്ലെങ്കിൽ ഇന്നത്തെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്, അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം, അതായത് നവംബർ 22, എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ചരിത്രപരമായിട്ട് എന്തെങ്കിലും നടന്നതായിട്ടോ അല്ലെങ്കിൽ? എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാനൊരു ബോഡി ബിൽഡറും എന്റെ ബോഡിയും ഈ പറഞ്ഞ ഒരു വ്യക്തിയുടെ ബോഡിയുമായിട്ട് വളരെയധികം സാമ്യമുള്ളത് കൊണ്ടും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 20 വയസ്സ് മാത്രം പ്രായമിരിക്കെ ഹെവി വെയ്റ്റില് ചാമ്പ്യൻഷിപ്പ് നേടിയ മൈക്ക് ടൈസൺ ആണ്. മൈക്ക് ടൈസൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പല രീതിയിലുള്ള എന്താ പറയാ ചിന്തകളായിരിക്കും പോവുക. അങ്ങനെ എറിഞ്ഞതും അതേമാതിരി ആരെയോ ചെവിടെ അടുത്ത് പോയി മന്ത്രം ഓതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. 20 വയസ്സ് മാത്രം പ്രായമിരിക്കെ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തിയാണ് മൈക്ക് ടൈസൺ. ഇന്നത്തെ ദിവസമായിരുന്നു ആ വ്യക്തി നേടിയത്. 1986 1986. ഓ, അപ്പൊ ഞാൻ ജനിക്കണേന്റെ ഒരു 3 കൊല്ലം മുമ്പ് തന്നെ മൂപ്പര്. ഓക്കെ, ഫൈൻ. ഓ, ഗ്രേറ്റ് മൈക്ക് ടൈസൺ. 34 years. എങ്ങനെ കണ്ടുപിടിച്ചു? ഓ, മിടുക്കി. കണക്കിൽ പുലിയ ആള്. ഞാൻ ഭയങ്കര പുലിയ. അപ്പൊ ഫരിക്ക് എന്തറിയാൻ കേക്കട്ടെ? എനിക്ക് അറിയാവുന്ന വെച്ചാൽ ആഞ്ചല മെർക്കൽ അറിയോ? അറിയാം. ഇപ്പം ജർമ്മനിയിലെ ചാൻസലർ ആണ്. അതെ, പുള്ളിക്കാരി 2005 ആദ്യത്തെ ലേഡി ചാൻസലർ, ജർമ്മനിയിലത്തെ ആദ്യത്തെ ലേഡി ചാൻസലർ ആയത് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും 22 നവംബർ 2005. അതെ, പുള്ളി തന്നെയാണ് ഇപ്പോഴത്തെയും ജർമ്മനിയിലത്തെ ചാൻസലർ. പുള്ളിക്കാരി ഓഫ് കോഴ്സ് ആഞ്ചല മെർക്കൽ എന്ന് വെച്ചാൽ ഏകദേശം 15 കൊല്ലമായിട്ട് അതേ അവിടെ തന്നെ സെയിം പൊസിഷനിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വുമൻ. തീർച്ചയായിട്ടും ഇതാണ് വുമൻ എംപവർമെന്റ് എന്ന് പറയുന്നത്. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഓർമ്മ വരുന്നത്, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ്. അതായത് കുറച്ച് ഒരു സങ്കടമുള്ള വിഷയമാണെങ്കിൽ പോലും ഈ ഒരു വിഷയം ഇവിടെ പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഫോമർ ISRO ഡയറക്ടർ MGK മേനോൻ ഇന്നാണ് മരിച്ചത്. 2017 അങ്ങേര് മരിച്ചിരുന്നു. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അങ്ങനെ ഏറ്റവും ഉയർന്ന 3 അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. മലയാളികൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് അഭിമാനിക്കേണ്ട വിഷയം തന്നെയാണ്. അതെ അതെ അതെ. അതേപോലെ തന്നെ നമ്മുടെ 35th അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ജോൺ എഫ് കെന്നഡി, എല്ലാവർക്കും അറിയാം അല്ലെ? ജോൺ എഫ് കെന്നഡി, ഹി വാസ് കിൽഡ് ഓൺ ദ സെയിം ഡേ 1963 പുള്ളിക്കാരനെ കൊന്നു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. അല്ല, ഇതൊക്കെ എനിക്ക് അറിയാവുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളിപ്പം പഠിച്ചിറങ്ങിയ ആൾക്കാരല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഓർമ്മ വരും. ജോൺ എഫ് കെന്നഡിയുടെ കൂടെ അല്ല, ഇപ്പൊ പഠിച്ചിറങ്ങിയത് ജോൺ എഫ് കെന്നഡിയെ കുറിച്ചിട്ട് പഠിച്ചിറങ്ങിയതാണ്. അങ്ങനെ ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മയിലുള്ളത്.
അപ്പേ നമ്മൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ബർത്ത്ഡേസും അതും ഇതൊക്കെ ബിലേറ്റഡ് ബർത്ത്ഡേസ് വിഷസും ഒക്കെ ഞങ്ങൾ എല്ലാവരോടും പറയാറുണ്ട്. നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അറിയിക്കുക എന്നുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ആരെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിലേറ്റഡ് ആയിട്ടുള്ള ബർത്ത്ഡേസ് ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ആരും ഇതുവരെ ഒന്നും അയച്ചിട്ടില്ല. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ലിസ്ണേഴ്സ് എന്തെങ്കിലും വിഷസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ അറിയിക്കുക. ഞങ്ങൾ ഇവിടെ ഇതാക്കുന്നത് ബിലേറ്റഡ് എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഞാൻ പറയാനില്ല. നമുക്ക് നമ്മുടെ ശ്രീഹരിന്റെ ലിസ്ണേഴ്സിനൊക്കെ അറിയാലോ, ശ്രീഹരിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറിന്റെ ബർത്ത്ഡേ ആയിരുന്നു November 18th. ഒരു റാറ്റ, ഒരു കുട്ടി മൗസ. ജെറിയാണോ? ജെറിയല്ല, നമുക്കറിയാവുന്ന ജെറിയാണ്. അതെ, അതത്രേ ഉള്ളൂ. അത് തന്നെയാണല്ലോ മിക്കി മൗസിന്റെ ബർത്ത്ഡേ ആയിരുന്നു November 18th. മിക്കി മൗസിന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തന്നെ പറഞ്ഞ ഒരു മഞ്ഞ എന്തൊരു ട്രൗസറും മഞ്ഞ യെല്ലോ ഷൂവും വെള്ള ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന വ്യക്തിയല്ലേ, റെഡ് ഷോർട്ട്സും വൈറ്റ് ഗ്ലൗസ്. എനിക്ക് ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസ് ഒക്കെ ആ സമയത്ത് ബ്ലാക്കും, അതെ, റെഡും ബ്ലാക്കും കോമ്പിനേഷൻ തന്നെ എനിക്ക് തോന്നുന്നു മിക്കിയാണ് ശരിക്കും ആ കൊണ്ടുവന്ന ഒരു ആള്. അപ്പൊ നമുക്ക് മിക്കിനെ നോക്കുമ്പോ എനിക്കും വിക്കിക്കും നമ്മുടെ മിക്കിനെ കാണുന്നുണ്ടല്ലേ. വാവ്, നമ്മുടെ മിക്കി നടന്നു വരുന്നുണ്ട്. ശ്രീഹരി നമുക്ക് ആ സമയത്ത് തന്നെ അതെ ശ്രീഹരി പൊളിയാണ്. അപ്പൊ നമുക്കൊന്ന് ബർത്ത്ഡേ വിഷ് ചെയ്താലോ നമ്മുടെ മിക്കി. അതാണ് പോസിറ്റീവ്. അത് ശ്രീഹരിക്ക് അറിയാം എന്താ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പൊ ശ്രീഹരി നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാം. തുടങ്ങിക്കോളൂ. Happy birthday to you. Happy birthday, happy birthday, and the sun burning tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അപ്പൊ ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷ് നമ്മുടെ മിക്കി മൗസിന് പോവുകയാണ്. മിക്കി മൗസ്, many more happy returns of the day, belated wishes from RJ Vicky and Fari. അതെ, മിക്കി മൗസിനെ ശരിക്കും ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ വാൾട്ട് ഡിസ്നി ഉണ്ടല്ലോ, ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ആദ്യം അവർക്ക് ഉണ്ടായിരുന്ന ഒരു റാബിറ്റ് ആയിരുന്നു, ഓസ്വാൾഡ് റാബിറ്റ്. ആദ്യം എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൾട്ട് ഡിസ്നി മിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനീന്റെ കൂടെ ചേർന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോ യൂണിവേഴ്സൽ പ്രൊഡക്ഷൻസ് ആയിരുന്നു ഓസ്വാൾഡ് ദ റാബിറ്റിന്റെ ഓണേഴ്സും. പിന്നീട് ഇവര് തമ്മിൽ എന്തൊക്കെയോ ഒരു തെറ്റ്, അതെ, സൗന്ദര്യപ്പണക്കം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നിട്ടാണ് വാൾട്ട് ഡിസ്നി അതിൽ നിന്ന് മാറിയത്. അപ്പം വാൾട്ട് ഡിസ്നിയുടേതായിട്ടുള്ള ഒരു ലോഗോ വേണമായിരുന്നു. അപ്പം വാൾട്ട് ഡിസ്നി എന്ത് ചെയ്തു, വാൾട്ട് ഡിസ്നിയുടെ കൂടെ രണ്ടുപേര് വേറെ ഉണ്ടായിരുന്നു. ഒരു ഈ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളും ഒരു ലീ എന്ന് പറഞ്ഞിട്ട് ഒരാളും. നന്നായി, അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ വിക്കി ആയനായിരുന്നു, പ്രശസ്തനായനെ. ഒരു ചാൻസ് നമുക്ക് മിസ്സായി പോയി. എന്നിട്ട് ഇവര് കൊറേ കാറ്റിനെ, ഡോഗിനെ, പിന്നെ ഹോഴ്സ്, ഇതിനൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ റിജക്റ്റഡ് ആയി. വാൾട്ട് ഡിസ്നിയുടെ ഒരു ഫോട്ടോന്റെ ചുറ്റിനും ഒരു റാറ്റ്, മൗസിനെയൊക്കെ വരച്ച് ഒരാളൊരു, നമ്മൾ പറയില്ലേ ട്രോൾ ഇറക്കുന്ന പോലെ ആ സമയത്തുള്ളൊരു ട്രോൾ ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും ഇവർക്ക് ആ ഒരു കൺസെപ്റ്റ് വന്നത്. ഓക്കെ, എന്തുകൊണ്ട് മൗസ് ആയിക്കൂടാ എന്ന്. അങ്ങനെയാണ് ഐവർക്സ് മിക്കി മൗസിനെ വരച്ചത്. 1928 നമ്മുടെ മിക്കി മൗസ് ഇറങ്ങിയത്. മിക്കി മൗസിന്റെ കൂടെ മിന്നി മൗസും ഉണ്ടായിരുന്നു കേട്ടോ. അവര് എപ്പോഴും കപ്പിളായിട്ടാണ്. ഷോർട്ട് ഫിലിംസ് ഒക്കെ വളരെ സജീവമായിരുന്നു അന്ന് കാലത്തില്. എനിക്കൊന്ന് ലോങ് ഫിലിംസിനെക്കാട്ടിലും ഈ പറഞ്ഞ ഷോർട്ട് ഫിലിംസിനോടായിരുന്നു ആൾക്കാർക്ക് താല്പര്യം. ശരിക്കും ഫസ്റ്റ് നമ്മുടെ മിക്കി മൗസിനെ റിലീസ് ചെയ്തത് ഒരു സൈലന്റ് കാർട്ടൂൺ ഷോർട്ട് ഉണ്ടായിരുന്നു, പ്ലെയിൻ ക്രേസി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സൗണ്ട് ഉള്ള, അതായത് എന്താ പറയാ, ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു കാർട്ടൂണായിട്ട് ഫസ്റ്റ് ഡെബ്യൂ ചെയ്തത് സ്റ്റീം ബോട്ട് വില്ലി എന്ന് പറഞ്ഞൊരു ഇതിലാണ്. എനിക്കൊന്ന് ഈ ഒരു സംഗതിയും ഇന്നത്തെ കാലഘട്ടമായിട്ട് ഒരുമിച്ച് നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു. എന്താ വെച്ചാൽ അന്ന് ഈ സ്റ്റീം ബോട്ട് വില്ലി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഇറങ്ങിയത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ കോവിഡ് കാലത്ത് ഈ പറഞ്ഞ ഷൂട്ടിങ്സിനൊക്കെ വളരെയധികം പരിമിതങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മിക്കി 130ഓളം ഫിലിംസിൽ വന്നിട്ടുണ്ട്. 130ഓളം ഫിലിംസിൽ. അടുത്ത ജന്മത്തിലെങ്കിൽ എന്നെ മിക്കി മൗസ് ആക്കിയാൽ മതിയായിരുന്നു. മിക്കി വേണ്ട, മൗസ് ആക്കിയാൽ മതി. മിക്കി മൗസിന്റെ ശരിക്കും പേരെന്താണെന്നറിയോ?
മൈക്കിൾ തിയോഡോർ അങ്ങനെ എന്തോയാണ് മിക്കി മൗസിന്റെ പേര്. എന്തൊരു ഈ സൗമ്യം പേര് നോക്കിയേ. ശരിക്കും വോൾട്ട് ഡിസ്നിയുടെ വൈഫാണ് മിക്കി മൗസിന് കൊടുക്കാൻ പറഞ്ഞത്. വോൾട്ട് ഡിസ്നി ഇട്ടത് എന്തുവായിരുന്നു പേര്? മോർ ടൈം മൗസ് അങ്ങനെ എന്തോ ആയിരുന്നു. ഭാഗ്യം ഈ മിക്കി മൗസ് ഇന്ത്യയിൽ ജനിക്കാത്ത. എന്നിട്ട് പുള്ളിന്റെ വൈഫാണ് പറഞ്ഞത് ഇല്ല മിക്കി മൗസ് ഇട്ടാൽ മതി. അങ്ങനെയാണ് മിക്കി മൗസിന്റെ പേര് വന്നത്. സെയിം അത് തന്നെ മിന്നി മൗസിന്റെ പേര് എന്താണെന്നറിയോ? എന്താണ്? മിനർവ മൗസ്. ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടും. അതെ, ഈ കാര്യത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ ഈ ആസ്വാദനം നമ്മുടെ കുറയും. അതുകൊണ്ട് നമ്മൾ ആസ്വദിക്കുന്ന രീതിയാണ്. അത് സത്യം. പക്ഷെ ഉണ്ടല്ലോ നമ്മൾ ഇവരുടെയൊക്കെ ശരിക്കും ഇവര് എങ്ങനെയാ വന്നേ, എങ്ങനെയാ ഉണ്ടായേ, ഇവരുടെ എന്താ കാര്യം എന്നൊക്കെ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇന്നിപ്പം ജസ്റ്റ് മിക്കി മൗസ് മാത്രമാണ് ഞാൻ നോക്കിയത്. പക്ഷെ മിക്കി മൗസിന്റെ കൂടെ തന്നെ ഡൊണാൾഡ് ഡക്ക് ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ മിക്കി മൗസിന്റെ പെറ്റ് ഉണ്ട് പ്ലൂട്ടോ. പിന്നെ മിക്കി മൗസിന്റെ ശത്രു ഉണ്ട് നമ്മുടെ വിക്കീനെ പോലെ. എന്റെ ശത്രു വിക്കി എന്ന പോലെ തന്നെ മിക്കി മൗസിന് ഒരു ശത്രു കൂടിയുണ്ട്, പെറ്റെ. എനിക്ക് തോന്നുന്നേ ഈ മിക്കി മൗസിന്റെ ഈ കോസ്റ്റ്യൂം ഡിസൈൻ നോക്കിയിട്ട് ഇന്ന് കാലത്ത് ചെറുപ്പക്കാർ വളരെയധികം ഈ ഒരു ടൈപ്പ് ഡ്രസ്സിങ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം പണ്ടൊന്നും ഈ പറഞ്ഞ യെല്ലോ ഷൂസ് ഒന്നും നമ്മൾ കാണാറില്ല. യെല്ലോ, ബ്ലൂ, റെഡ് ഇന്ന് കാലത്ത് കണ്ടിട്ടുണ്ട്. ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു പണ്ടുള്ളവരൊക്കെ. ഇപ്പൊ ബ്ലാക്ക്, ബ്രൗൺ അങ്ങനത്തെ എന്താ പറയാ ക്ലാസിക് ആയിട്ടുള്ള സംഗതികൾ. ഗ്രീന് അത് ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡാണ്. ഗ്രീൻ ഷൂസ്, മഞ്ഞ പാന്റ്, കറുപ്പ് ഷർട്ട്. 30 വർഷം മുമ്പായിരുന്നു അല്ലേ ചെറുപ്പം? അത് വളരെ ചെറുപ്പായി. അത് മിക്കി മൗസ് കാണേണ്ട പ്രായമായിരുന്നു ആ സമയത്ത്. ഇപ്പം അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞില്ലായിരുന്നു 1986 -2 1988 24 34 എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. കറക്റ്റാണ്, ഫരി പറഞ്ഞ് കറക്റ്റാ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുത്തു. അതായത് നമ്മളെ കുറെ ഇന്നത്തെ ഹിസ്റ്ററിയിലെ കുറെ കാര്യങ്ങൾ, അതിന്റെ കൂടുതൽ തന്നെ മിക്കി മൗസിന്റെ ബർത്ത്ഡേ, മിക്കി മൗസ് ജനിച്ചത്, അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ. മിക്കി മൗസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് കാര്യങ്ങളുണ്ട് മിക്കിനെ കുറിച്ച്. അതൊരു പുതിയ വിവരം കേട്ടോ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്തൊരു വിവരം ഫരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗൂഗിളിനെ കുറിച്ച് അറിയാത്തവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മുടെ 1-2 പേര് ഈ കുസൃതി ചോദ്യം ഒന്നും കൂടെ ചോദിക്കുമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പൊ കുസൃതി ചോദ്യം ഇതാണ്. നമ്മുടെ ചന്ദ്രിക ചേച്ചി ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രിക ചേച്ചി നമസ്കാരം. ചന്ദ്രിക ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ചോദ്യം ഞങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. രണ്ടൊച്ച എടുത്ത് നോക്കിയാൽ 100 ഓട്ട. അതെന്ത്? ചേച്ചിക്ക് ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ അല്ലെ? അപ്പൊ നന്നായിട്ട് ആലോചിക്കും. ഇതിലേക്ക് കണക്റ്റഡ് ആണ്. അതെ. അപ്പൊ ശുഷു രണ്ടൊച്ച എടുത്തു നോക്കിയാൽ 100 ഓട്ട. എന്താണത്? അതെ. അപ്പൊ നമുക്ക് ഒന്ന് ഓടിപ്പോയിട്ടൊരു ചെറിയൊരു ടീ ബ്രേക്ക് എടുത്താൽ. ഇവിടെ ഓൾറെഡി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടീ ബ്രേക്ക് എന്ന് പറയുന്നത് ടീ ഗ്ലാസ് ബ്രേക്ക് അതായിരിക്കും നിങ്ങൾ എടുക്കുക, പൊട്ടിക്കുക, പെട്ടെന്ന് പോയി തിരിച്ചു വരാം. അതുവരെ ഇട്ട് കൊടുത്തൂടെ? പരിക്കോ? അതെ. എന്നാ ശരിയെന്നാ നമുക്ക് ശ്രീഹരി ഒരു ട്രാക്ക് ഇട്ടാലോ? ഈ ഒരു ട്രാക്കിനെ കുറിച്ചിട്ടുള്ള സംഗതികൾ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളാ നീയുദിക്കേ. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ. തനിവാർന്ന വിരലാൽ അണിയിച്ച താരേ
തരും. ലയവീണയരുളും ശ്രുതി ചേർന്നു മൂളാം, ലയവീണയരുളും ശ്രുതി ചേർന്നു മൂളാം, ഒരു നല്ല മധുരാഗവര കീർത്തനം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി, ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, കുരും നീളം തൂവൽ കിളിപ്പാട്ടുമായി, ഇതളടർന്ന വഴികൾ നീളെ വിളയും വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. വെൽക്കം ബാക്ക് ടു റേഡിയോ റംഗ് എക്സ്പ്രസ്. വെൽക്കം ബാക്ക്. ഞങ്ങൾ RJ ഫരിയും RJ വിക്കിയും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ കാത്തിരിക്കുകയാണ്. ഫരി, ഇപ്പൊ ഈ കേട്ട പാട്ട് വളരെ മനോഹരമായിട്ടുള്ള പാട്ടായിരുന്നു. അത് ആക്ച്വലി അതിന്റെ വിഷ്വൽസ് വന്നപ്പോഴാണ് ആൾക്കാർക്ക് അറിയുന്നത് ആരാ പാടിയിരിക്കണമെന്ന്. ഞങ്ങൾ വിഷ്വൽസ് അങ്ങനെ ചെയ്യാൻ കാരണം അത് ഞങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ഇത് ശ്രീ രഘുകുമാർ സംവിധാനം ചെയ്ത, മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ഒരു പാട്ടാണ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ ദുബായിലുള്ള ഒരു ആർജയും കൂടിയായ രാജീവ് കോടമ്പള്ളിയും പിന്നെ കോഴിക്കോട് ഖൽബിലെ തേനൊഴുക്കുന്ന കോഴിക്കോടിന് സജ്നിയാണ്. രണ്ടുപേരും അവര് കോഴിക്കോട് നിന്ന് പാടി, രാജീവ് ദുബൈയിൽ നിന്ന് പാടി. അത് എങ്ങനെ പാടി എന്നുള്ളതല്ല, ഈ പാട്ട് നമ്മൾ കേട്ടല്ലോ, അത്ര അറിഞ്ഞാൽ കൂടുതൽ ടെക്നോളജി ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം വീഡിയോയിൽ അങ്ങനെയുള്ള കാണിക്കുന്നത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വ്യത്യസ്ത ട്രാക്കിലൂടെ ഇത് പാടി മിക്സ് ചെയ്ത് അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. ഇത് പ്രസന്റ് ചെയ്തത് റേഡിയോ റംഗ് എക്സ്പ്രസ്. ഇത് റേഡിയോ റംഗ് എക്സ്പ്രസിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തതാണ്. വാവ്, ഓക്കെ. അപ്പൊ താങ്ക് യു വെരി മച്ച് രാജീവ് ആൻഡ് സജ്ന. ഇനി നമുക്ക് കുറച്ചൊന്ന് വ്യൂവേഴ്സിലേക്ക് പോകാം. നമ്മൾ അവരെ മിസ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഷബ്നം സുലൈമാൻ, ശരണ്യ ദീപു, ഹഫ്സത്ത് മൻസൂർ, അനസ് ഇമാം, പ്രശാന്ത് ധർബരാജ്, നിത പ്രശാന്ത്, അംജിത് ഭൂഷൺ, ജയശ്രീ മൂർത്തി, ഇവരെല്ലാവരും ഉണ്ട് അവിടെ. മനോഹരൻ പാവർട്ടി ഉണ്ട്. മനോഹരൻ പാവർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ വലിയൊരു കലാകാരനാണ്, മികച്ച ഒരു കലാകാരൻ. ഈ പറഞ്ഞ ഇവിടുത്തെ ബഹ്റിൻ സാംസ്കാരിക വേദികളിലെ വളരെ നിറസാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിയും കലയ്ക്ക് വേണ്ടിയിട്ട് എന്തും അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം താങ്ക് യു വെരി മച്ച് മനോഹരേട്ട. നിങ്ങളുമായുള്ള ഒരാള് നമ്മുടെ ഷോ വാച്ച് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം, വളരെ പ്രൗഡ് ഫീൽ ചെയ്യുന്നു. യെസ്. നിങ്ങളെല്ലാം നമ്മുടെ ഈ ഷോയിൽ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ കലയെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് ഒക്കെ റേഡിയോ റംഗിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കണം എന്നുകൂടെ നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. പ്ലീസ് ഞങ്ങളോട് സഹകരിക്കുക. കൊച്ചിൻ ഇബ്രാഹിം ഗുഡ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. രാജമാണിക്കം ഉണ്ട്, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉമ്മർ പൂവത്തുംകടവിലുണ്ട്, ദിവ്യ ഹരി കാണുന്നുണ്ട്, സൽമാനുൽ ഫാരിസ് കാണുന്നുണ്ട്. സൽമാനുൽ ഫാരിസ് ഒരു എന്താ പറയാ എന്റെ ഒരു സുഹൃത്തും കൂടിയാണ്. എന്റെ ഏകദേശം അതേ പ്രായത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ച് വളർന്ന ആൾക്കാരെന്ന് പറയാം. അധികം പ്രായത്തിനെ കുറിച്ച് പറയണ്ട, അത് ബോറടിച്ചു. കുറച്ച് ഗ്ലാമർ ഉള്ള ഒരു വ്യക്തിയും കൂടി സൽമാൻ എന്റെ മാതിരി തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫെയർ ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച്. ഒരു മിനിറ്റ്, ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ശരിക്കും ഞാൻ ഓൺ എയർ പറയണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. എപ്പോഴും മെയിൻ പ്രശ്നം എന്തറിയോ, ആക്ച്വലി ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ചിട്ട് പറയാൻ പോണത് വളരെ ഫെയർ ആയിട്ടുണ്ടെന്ന് പറയുന്നതായിരിക്കും വിചാരിച്ചത്. അതിന് തന്നെ താങ്ക്സ്. ഞാൻ അങ്ങനെ കേട്ടത്. പ്രശാന്ത് ധർമ്മരാജ് പറഞ്ഞിട്ടുണ്ട്, നൈസ് പ്രോഗ്രാം, കീപ് ഇറ്റ് അപ്പ്, താങ്ക് യു. മനോഹരൻ പാവർട്ടി, രതീഷ് KR, അഞ്ജു രമേശ് ഹായ് ഒക്കെ പറഞ്ഞു. അപ്പൊ എല്ലാ ഹായ് പറഞ്ഞ എല്ലാവർക്കും
ഒരൊറ്റ ഹായ് ഞങ്ങൾ രണ്ടുപേരുടെയും വക. സമ്മാനം കിട്ടുമോന്ന് ചോദിച്ചിട്ടുണ്ട് മനോഹരം പവർട്ടി. ആൻസർ പറഞ്ഞാൽ എന്തായാലും നറുക്കെടുക്കുമ്പോൾ നറുക്ക് വീണാൽ ലക്കുണ്ടെങ്കിൽ സമ്മാനം മികച്ചൊരു ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. നിക്ക് അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും താഴ്ന്നു പോയത് എപ്പോഴും മോളെന്ന് പോകാൻ. റഹീം ചന്ദനത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം റഹീം. ഹായ് പരി ആൻഡ് വിക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ മൂർത്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. ശബ്നം സുലൈമാൻ. ശിവദാസ് നായർ അറിയില്ല എന്ന് പറയില്ല അല്ലേ വിക്കി? അതെ, എന്തറിയില്ലെന്ന്? ശിവദാസ് നായരെ അറിയില്ല എന്ന് പറയില്ല. ഓ അപ്പടിയാ, ശിവദാസ് നായറിനെ അറിയോ? പിന്നെ ആരാത്? ഇവിടുത്തെ മികച്ച ഒരു ടോസ്റ്റ് മാസ്റ്റർ അല്ലേ? ആണല്ലേ. പ്രീത രമേശ് കയ്യടിച്ചൊക്കെ വന്നിട്ടുണ്ട്. നിത പ്രശാന്ത്, കീപ് റോക്കിംഗ്. ബിനോജ് ബാലേട്ടൻ പാവർട്ടി. ബിനോജ് ബാലേട്ടൻ പാവർട്ടി മനോഹർ സഹോദരങ്ങൾ മാരിയുണ്ട് അല്ലേ? മനോഹരൻ പാവർട്ടി, ബിനോജ് പാവർട്ടി എന്ന് കേൾക്കുമ്പോ തന്നെ നൗഷാദ് കളരിക്കണ്ടി. ബിനോജ്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ലിസണിംഗ് ടു us. ശ്രീജിത്ത് കുഞ്ഞിക്കണ്ണന് നമുക്ക് യു ബോത്ത് റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രതീഷ് എന്തോ വേറെന്തോ എഴുതിയിരിക്കുന്നത് ദോശയോ വിശക്കുന്നുണ്ടോ രതീഷ്? കഴിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇഡ്ഡലിയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇഡ്ഡലിയും അതെ ഇഡ്ഡലിയും ദോശയൊക്കെ ഒരേ രാത്രി സമയത്ത് രണ്ടും നല്ലതാണ്. അതെ. ചന്ദ്രിക കരുണാകരൻ ഹാജർ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ദിവ്യാഹരി എന്താ രതീഷിന്റെ ഇങ്ങനെ ആ ഉത്തരം കേട്ടിട്ടാണ്. വിപിൻ കെ കുമാറും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ചൈനയായിട്ട് എന്താ പറയാ വളരെയധികം ചേർന്നിരിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവുമാണ്. അതെ. ശിശി ശുഷു രണ്ടൊച്ച എടുത്തു നോക്കിയാൽ 100 ഓട്ട. അതെന്ത് എന്നാണ് ചോദ്യം. പ്രീത രമേശ് കലക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ചന്ദ്രിക ഓക്കെ, അത് നേരത്തെ ഞങ്ങൾ വായിച്ചു ഓൾറെഡി പറഞ്ഞു. ഇതെന്താ ഫിക്കി? അത് എന്നെ അങ്ങനെ സ്നേഹത്തോട് വിളിക്കുന്നതാണ്. അതെ. ചന്ദ്രിക കരുണാകരൻ, നിഹാസ് എത്തിയിട്ടുണ്ട്. ലിജു തോമസ് എത്തിയിട്ടുണ്ട്. റെയ്ഹാനത്ത് മജീദ് എത്തിയിട്ടുണ്ട്. റജിന അഫ്രാസ്, തൻസീല ബദ്രുദ്ദീൻ, ഹംസ, റെയ്ഹാനത്ത് മജീദ്, എല്ലാവർക്കും വീണ്ടും ഒരു വലിയൊരു ഹായ്. എത്തിയിട്ടുണ്ടല്ലോ. ലാസ്റ്റ് വീക്കിലത്തെ നമ്മുടെ വിന്നറില്ലേ അച്ചു എന്തോ പറയുന്നുണ്ടല്ലോ, ഹണി ബീസ് ആൻഡ് ഇറ്റ്സ് നെസ്റ്റ്. അത് എനിക്കൊന്ന് ഉത്തരം, പക്ഷെ ഉത്തരമാണ് അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അച്ചു നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം കിട്ടി, ഇപ്രാവശ്യം സമ്മാനം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കണ്ടു. പക്ഷെ ഇത്തിരി കൂടെ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കുക, ആൻസർ കിട്ടും കേട്ടോ. അതായത് നിങ്ങൾ ഇത് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഈ ഫേസ്ബുക്ക് ലിങ്കിലേക്ക് കയറ്റണം. അതെ എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഫോർവേഡ് ചെയ്തിട്ട് അവരുടെ അടുത്തും കൂടി ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാ. ഉമ ഇയർ, ഹല ഫ്രണ്ട്സ്, ഹായ് ഉമ, ഹാപ്പി ബർത്ത്ഡേ വിക്കി മൗസ്. വിക്കി വിക്കിയുടെ ഫ്രണ്ട് ആണല്ലോ അല്ലേ, അപ്പൊ പിന്നെ അതൊക്കെ അല്ലേ പറയുള്ളൂ. ഉപ്പ് സോറി മിക്കി മൗസ്. എന്ത് റൈമിംഗ് ആണല്ലേ. എ ബിഗ് ഹായ് ടു ശ്രീഹരി ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ക്രിയേറ്റിവിറ്റി. താങ്ക് യു സോ മച്ച് ഉമ. നമ്മുടെ ശ്രീഹരിക്ക് ഒരു ബിഗ് ഹായ് പറഞ്ഞതിന് തിരിച്ചും ശ്രീഹരി ഹായ് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് കുമാർ, വിജയ് ദ മിക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയ് ആരാത്? നിങ്ങളല്ല സോറി. എനിക്ക് തോന്നുന്നത് രാജേഷ് കുമാർ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഹാഷ്ടാഗ് വരെ ഉണ്ടാക്കി. ഹാഷ്ടാഗ് വിക്കി ദ മിക്കി. വാവ്. മിനി പ്രവീൺ, ഹുസ്ന ആഷിഫ് ഒക്കെ എത്തിയിട്ടുണ്ട്. ശിവദാസ് നായർ ദോശ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദോശ തന്നെ അല്ല, ദോശ തനി. അയ്യോ, അതെന്തൊരു ഡിഷാണെന്ന് തോന്നുന്നു. നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ആൻസർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അണ്ടർവെയർ. ചന്ദ്രിക ചേച്ചി ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം പറയുന്നത് ഒരാള് പ്രതീക്ഷിച്ചിട്ടില്ല. പുള്ളി തന്നെ ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചന്ദ്രിക ചേച്ചി ആൺമക്കൾ മറ്റും ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് പോണ്ട. ഉമ അയ്യർ വന്നിട്ടുണ്ട്. നല്ല ചോദ്യം, അസൽ ഉത്തരം ചന്ദ്രിക ചേച്ചി. ചന്ദ്രിക ചേച്ചി ഇപ്പൊ റോക്ക് ആയിരിക്കാണ് ഇപ്പൊ ഇവിടെ. ശിവദാസ് നായർ, അതെ ശിവദാസ് നായരും കൈയൊക്കെ അല്ല. പക്ഷെ ചന്ദ്രിക ചേച്ചി ആ ക്രിയേറ്റിവിറ്റി നോക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ ചൈനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. അഷ്കർ എത്തിയിട്ടുണ്ട്. നിങ്ങളെ ഷൂ എന്നൊക്കെ കേട്ടപ്പോ അങ്ങനെ പറഞ്ഞു പോയതാ. കറക്റ്റ് ആണ്, അത് ഏകദേശം ഉത്തരത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവസാനം ഞങ്ങൾ ഉത്തരം കേട്ട് നിൽക്കണേ. ഹുസ്ന ആഷിഫ് എത്തിയിട്ടുണ്ട്. തേനീച്ച കൂടുന്ന് പറഞ്ഞിട്ടുണ്ട്. ശബ്നം സുലൈമാൻ, ഹലോ. ഷറഫ് നായകൻ, നൈസ് സോങ്, താങ്ക് യു. അനീഷ്, ശബ്നം സുലൈമാൻ പറഞ്ഞിട്ടുണ്ട്. ദോശ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ജോജോ ഫിലിപ്പ് എത്തിയിട്ടുണ്ട്. ഹായ്. ജിനി ജോഹർ എത്തിയിട്ടുണ്ട്. അനു എത്തിയിട്ടുണ്ട്. രാജേഷ് കുമാർ ക്ലൂ ചോദിക്കുന്നുണ്ട്. ഒരു ക്ലൂ വിക്കി തന്നെ ഈ ക്ലൂ ആക്ച്വലി ചന്ദ്രിക ചേച്ചിയുടെ ഉത്തരത്തില് അടുത്ത് നിൽക്കുന്ന ഒരു ക്ലൂ ആണ്. ഇതിൽ കൂടുതൽ പറയുന്ന കാര്യമില്ലല്ലോ. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ക്ലൂ പറയാൻ പറ്റില്ലേ. മുഹമ്മദ് ഇക്ബാൽ എത്തിയിട്ടുണ്ട്. ക്ലൂ പ്ലീസ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അജീഷ് രാജൻ, ഹായ്. ശബ്നം സുലൈമാൻ, ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖം. ശബ്നം സുലൈമാൻ, ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ശബ്നം, ഹൗ ആർ യു.
ഐ എം ഫൈൻ. താങ്ക് യു. അതെ, ഞങ്ങൾ ഇങ്ങനെയാണ് എപ്പോഴും ഈ താങ്ക്സ് പറയാൻ ഞങ്ങൾക്ക് എപ്പോഴും വെമ്പലാണ്. അതെ അതെ. തൻസീല വന്നിട്ടുണ്ട് വീണ്ടും. വി മിസ്ഡ് യു ലാസ്റ്റ് വീക്ക് വിക്കി. ആഹാ, കണ്ടോ? ആഹാ, താങ്ക് യു ശബ്നം. അങ്ങനെ മിസ് ചെയ്യണം നിങ്ങള്. ശരി ശരി ശരി. അതൊരു വലിയ ചതിയിലൂടെ എന്നെ പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇവിടെ തിരിച്ചുവിടാൻ. ആരുടെ ചതി? ക്രിസ്റ്റഫർ സ്റ്റാർവിൻ എത്തിയിട്ടുണ്ട്. രാജേഷ് വീണ്ടും പറയുന്നുണ്ട് ക്ലൂ പ്ലീസ്. ജയശ്രീ പറയുന്നുണ്ട് അപ്പം. അപ്പൊ ഇവരൊക്കെ ഏകദേശം ഉത്തരം കറക്റ്റ് ആയിട്ട് തെറ്റിച്ച് പറയുന്നുണ്ട്. എനിക്കൊന്ന് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പം ശരി ഉത്തരം മറ്റേതാണെങ്കിലും ചന്ദ്രി ചേച്ചിക്ക് കൊടുക്കേണ്ടി വരുന്നതാണ് എന്റെ അഭിപ്രായം. നമുക്ക് കൊടുക്കുന്നത് എന്താ, ഇന്നിവിടെ ദോശ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ റഹീം എത്തിയിട്ടുണ്ട്. നമ്മുടെ വിക്കി ഇന്ന് എന്തൊക്കെയോ ദോശ കൊടുക്കുന്നുണ്ടെന്ന് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കുറെ പേര് മെസ്സേജ് വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യണം. ഇന്നത്തെ മറ്റൊരു വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല ശരിക്കും പറഞ്ഞത് അത് 4th Thursday ഓഫ് നവംബർ ആണ്. പക്ഷേ നവംബർ ലാസ്റ്റ് വീക്ക് ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ എന്നല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് വീക്ക് ഒക്കെ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പൊ എന്താണ് ഈ താങ്ക്സ് ഗിവിംഗ്? എനിക്കൊന്ന് ഈ താങ്ക്സ് ഗിവിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തമിഴിലെ തിരുവള്ളുവർ പറഞ്ഞിട്ടുള്ളൊരു കുറൽ. തിരുവള്ളുവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 1330 കുറൽ എന്ന് പറഞ്ഞാൽ 2 വരികൾ മാത്രം ഉള്ള എന്താ പറയാ ഒരു സംഗതികൾ, വലിയ സംഗതികൾ അടങ്ങിയിരിക്കുന്ന വരികൾ എഴുതുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ. അപ്പോൾ നന്ദി എന്ന് പറയുന്നത് താങ്ക്സ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് 10 കുറലുകൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കുറലാണ് എന്നന്ത്രി കൊണ്ടാർക്കും ഒഴിവുണ്ടാ ഒഴിവില്ലേ സെയ് നന്ദി കൊണ്ട മകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ഒരിക്കലും. അതായത് നമ്മള് എന്തിനു വേണമെങ്കിൽ മറക്കാം, പക്ഷെ ആരെങ്കിലും നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഉപകാരം ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. അത് നന്ദി നമ്മൾ എന്നും ഓർത്തിരിക്കണം എന്നാണ് അന്ന് തിരുവള്ളുവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശരിക്കും താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആനുവൽ നാഷണൽ ഡേ ആണ്. നമ്മുടെ US, ബ്രസീൽ, കാനഡ ഇവിടെയൊക്കെ അവര് എല്ലാ വർഷവും ഈ നവംബർ ലാസ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോൾ താങ്ക്സ് ഗിവിംഗ് എന്നുള്ളൊരു സംഭവം ചെയ്യും. എനിക്ക് തോന്നുന്നു 1621 മുതൽ തന്നെ ഈ ഒരു സെലിബ്രേഷൻസ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. 1621 അതെ. ഫിൽഗ്രിംസും അവിടുത്തെ നാഷണൽ എന്താ പറയാ അവിടുത്തെ ആൾക്കാരും കൂടി ചേർന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ഹാർവെസ്റ്റ് അവർ ചെയ്തപ്പം അത് അവർ സെലിബ്രേറ്റ് ചെയ്തു. അന്ന് തൊട്ടിട്ടാണ് അവർ ഈ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ഇത് ഇതാക്കിയത്. ഹാർവെസ്റ്റും വേറെ ഒരു ദൈവത്തിന് ഓഫ് കോഴ്സ്, പിന്നെ വേറെയുള്ള എല്ലാ ബ്ലെസ്സിങ്സും ആ വർഷത്തിൽ അവർക്ക് അല്ലെങ്കിൽ അതിന്റെ കഴിഞ്ഞ വർഷത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സിനും താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം തുടങ്ങിയത്. അത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ താങ്ക്സ് ഗിവിംഗ് സംഭവമൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാർ എന്നും നന്ദി ഉള്ളവരാണെന്നാണ് സത്യം. അവർ പ്രത്യേകിച്ച് ഇങ്ങനെ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന കാരണം 365 ദിവസവും ഒരു ഉപകാരം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് താങ്ക്സ് പറയുന്ന ഒരു പ്രകൃതക്കാരാണ് ഇന്ത്യ. എല്ലാവരും അങ്ങനെയാണോ? മിക്ക ആൾക്കാരും. വിക്കി അങ്ങനെയല്ല. തിരിച്ചു പറയുന്ന അത് ഞാൻ ഉറപ്പ് പറയാം. വിക്കി അങ്ങനെയല്ല. ഇന്ന് എനിക്ക് താങ്ക്സ് പറയാനുണ്ടായിട്ട് പോലും എന്നോട് ഇതുവരെ താങ്ക്സ് വിക്കി പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ്. എന്നെ കഴിഞ്ഞ ആഴ്ച ഒഴിവാക്കി, നൈസായിട്ട് ഒഴിവാക്കി ഞാൻ താങ്ക്സ് പറയണം എന്ന് പോലും കേട്ടോ. അങ്ങനെ ആരെങ്കിലും താങ്ക്സ് പറയോ? അതിന് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, അതാണ് പറയണത്. ഓർമ്മ വേണം. അത് പോട്ടെ. അമേരിക്കൻ ഹോളിഡേനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇന്ത്യക്കാരുടെ അടുത്തേക്ക് വരാം. ഓക്കെ. അവര് എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മീലൊക്കെ ഉണ്ടാക്കി ട്രഡീഷണൽ ആയിട്ട് ഭയങ്കര റിച്ച് ആണ് അവര് ഈ ട്രഡീഷൻസിന്റെ പേരിൽ. ട്രഡീഷണൽ ആയിട്ട് കുറെ മീൽസ് ഒക്കെ ഉണ്ടാക്കും. സ്പെഷ്യലി ടർക്കി, പിന്നെ ബ്രെഡ് സ്റ്റഫ്സ്, പൊട്ടേറ്റോസ്, പിന്നെ പംകിൻ പൈ. അത് അവരുടെ ഈ ഒരു സ്പെഷ്യൽ എന്താ പറയാ ഈ ഒരു സമയത്ത് ആ പംകിൻ പൈ ഉണ്ടായിരിക്കും അവർക്ക്. എല്ലാവരുടെയും വീട്ടിൽ ആ സംഭവം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അവരെല്ലാവരും ഇങ്ങനെ ചുറ്റിനിരുന്ന് കൈയൊക്കെ പിടിച്ചിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്താണ് താങ്ക്സ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് താങ്ക്സ് പറയാനുള്ളത് എന്നുള്ളത് ഒച്ചത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയാന്ന് വെച്ചാൽ ഒച്ചത്തിൽ എല്ലാവരുടെയും മുമ്പിൽ അവർ താങ്ക് ചെയ്യും ഗോഡിനോട്. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദിസ്, താങ്ക്സ് ഫോർ ഗിവിംഗ്. എനിക്കൊന്ന് നമ്മുടെ ഒരു ട്രെൻഡും ഈ പറഞ്ഞതായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അയാളെ നമ്മൾ കാണാൻ ഇടയായില്ലെങ്കിൽ നമ്മൾ എന്ത് അറിയോ അയാളുടെ സുഹൃത്തിന്റെ അടുത്ത് അടാളിയാ അവൻ്റെ അടുത്ത് പറഞ്ഞേ കേട്ടോ, താങ്ക്സ് എന്ന് പറഞ്ഞേ കേട്ടോ. കാണാൻ ഇടയായില്ലെങ്കിൽ കാണാൻ ഡെയിലി കാണുന്നവരാണെങ്കിൽ പോലും ഒരു പക്ഷേ ഇപ്പം വിക്കി എനിക്ക് വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ വിക്കിക്ക് വേണ്ടി ചെയ്തെന്നിരിക്കട്ടെ, വിക്കി ഒരിക്കലും പരസ്പരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയില്ല. അങ്ങനെയല്ല. ഇൻസ്റ്റേഡ് വിക്കി എന്ത് ചെയ്യുന്ന വെച്ചാൽ വിക്കി ഇവിടെ നിന്ന് ഇപ്പൊ പോയതിനു ശേഷം ആരുടെങ്കിലും പറയും ഇന്ന് ഫരി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഫരീനോടൊന്ന് താങ്ക് യു പറഞ്ഞേ കേട്ടോ. അത് ശരിയാണോ? തീർച്ചയായിട്ടും അല്ല.
അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും നന്ദി പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു സംഭവമാണ്. ഈവൻ ഒരു ചെറിയൊരു കാര്യം പോലും ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ഒരു എക്സ്പ്രഷൻ ഒക്കെ വേണം, ഒരു കുഞ്ഞി സ്മൈല്, കുഞ്ഞി സ്മൈലും വെച്ച് നമ്മൾ അവരുടെ മുഖത്ത് നോക്കി വേണം അവരോട് താങ്ക്സ് പറയാം. അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ താഴത്തേക്ക് ഓക്കെ താങ്ക് യു ട്ടോ. എനിക്കൊന്ന് ഇതൊരു ഫോർമാലിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ പോലും തന്നെ, അതായത് ഈ താങ്ക്സ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടാണ് നമുക്കൊരു താങ്ക്സ് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതെ, ഐ തിങ്ക് ദാറ്റ് ഫീൽ, അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഫോർമാലിറ്റി എന്ന് പറയണ്ട. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് എന്താ പറയാ ഈ ഫിൽമി ആയി പോകുന്നോണ്ടാണ് നമ്മൾ ഈ പറയണത് എന്തിനാണ് ഈ ഫോർമാലിറ്റി, താങ്ക് യു എന്തിനാ. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ പിള്ളേർക്കാണെങ്കിലും ഈ നമ്മളിപ്പോൾ ഒരുപാട് വെസ്റ്റേൺ കൾച്ചേഴ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ ഈ ഒരു സംഭവം കൂടി ഉണ്ട്. പിള്ളേര് കുട്ടികളോട് പോലും നമ്മളിപ്പോൾ ഒരു സാധനം അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവര് നമുക്ക് എന്തെങ്കിലും തരുക, അല്ലെങ്കിൽ എന്താണെങ്കിലും അവര് താങ്ക് യു പറയാതെ അവിടുന്ന് പോവില്ല. അങ്ങനെ പിള്ളേർ പോവുകയാണെങ്കിൽ ആ പാരന്റ്സ് താങ്ക് യു പറയിപ്പിക്കും. ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഈ ഫുഡ് കഴിക്കണതിന് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ആവശ്യം അല്ലെ. ഇപ്പൊ അങ്ങനെ കാണാറില്ല, വളരെ കുറച്ച്. എനിക്കൊന്ന് ചില രാജ്യക്കാർ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഫുഡ് ചാടി വീഴുക, അതാണ് പരിയുടെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ അതിന് മുമ്പിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്ത ആൾക്കാർ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അപ്പൊ ഞാനിലേക്ക് നിന്ന് നമ്മളിങ്ങനെ സബ്ജക്ട് നാളെ മുതൽ ഞാൻ ചെയ്യും തീർച്ചയായിട്ടും. നാളെ മുതൽ എന്തിനാ? ഇന്ന് രാത്രി മുതൽ ചെയ്യണം. ഇന്ന് രാത്രി വേണ്ട, ഇന്ന് രാത്രി എനിക്ക് റെസ്റ്റ് ആണ്. നാളെ മുതൽ ഞാൻ ഇത് ആവർത്തിക്കും. എന്ന് നമ്മൾ ചെയ്യണമെങ്കിൽ രാവിലെ ഫ്രഷ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒരു സുഖം. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്കൊന്ന് നമ്മൾ ഈ പറഞ്ഞ പാരന്റ്സിന്റെ അടുത്തൊക്കെ പറയണം, അതായത് കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കണം. കുഞ്ഞു കുട്ടികളെ കൊണ്ട് പോലും, അതായത് ചെറുപ്പം തൊട്ടിട്ടേ അവരെ എപ്പോഴും ശീലിപ്പിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് നമ്മൾ അത് ചെറിയൊരു എന്താ പറയുക ഒരു മണി സാൻഡിന്റെ അത്രയുമുള്ളൊരു ഹെൽപ്പാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരോടും തിരിച്ചൊരു താങ്ക് യു പറയേണ്ടതാണ്. താങ്ക് യു പറയേണ്ട രീതികളും അവരെ പഠിപ്പിക്കുക. അതിപ്പം പാവപ്പെട്ടവരാവട്ടെ, വലിയ ആൾക്കാരാവട്ടെ, ഏത് നിലയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നമ്മൾ അവരോട് ഒരു താങ്ക് യു. അതിൽ നമുക്കൊന്നും പോകുന്നില്ല. നന്ദി മറപ്പത് നன்றன்று നன்றല്ല അൻപേ മറപ്പത് നன்று എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് മറക്കരുത്, ആരെങ്കിലും ചെയ്തിട്ടുള്ള ഉപകാരം. അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്കുണ്ട്. അതായത് ഇപ്പൊ ഒരാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ബാങ്കിലേക്ക് പോകുന്നു, പെട്ടെന്ന് നോക്കുമ്പോൾ പേനയില്ല. അപ്പൊ നമ്മൾ അടുത്തുള്ള ഒരാളുടെ നിന്ന് പേന വാങ്ങിക്കുന്നു. ആ പേന വാങ്ങിച്ചിട്ട് നമ്മളപ്പോ തന്നെ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ താങ്ക്സ് ഒക്കെ പറയും. പക്ഷെ അത് നമ്മൾക്ക് അയാൾ ചെയ്ത ഉപകാരമാണ്. നാളേക്ക് നമ്മള് ഒരു ബാങ്കിൽ നിൽക്കുന്നു, ഒരാൾ ഇതുമാതിരി പേന ഇല്ലാതെ വരുന്നു, നമ്മൾ പേന കൊടുക്കണം. അതെ, അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ള, അതായത് നമ്മൾ ഒരാള് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് നമുക്ക് ചോദിക്കാം, എനിക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഹെൽപ്പിന് ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞ് അല്ലെങ്കിൽ എന്ത് ചെയ്ത് നന്ദി കാണിക്കാം. അതെ, സത്യം. ഇത് വേറൊരു ഇതും കൂടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ഹാബിറ്റായി മാറുകയാണ്. ശരിയാണ്, സത്യം. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളെ വേറൊരാൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്തൊരു കാര്യത്തിലാണെങ്കിലും താങ്ക് യു വിക്കി എന്റെ കൂടെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന്. ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തതുകൊണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്ന് കേൾക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ, നിങ്ങൾ ഫരിയമാരി ആവരുത്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഉപകാരത്തിനെ നിങ്ങൾ അക്നോളജ് ചെയ്യുക, അവരുടെ അടുത്ത് താങ്ക്സ് പറയുക, തിരിച്ച് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾ അവർ തന്ന ഹെൽപ്പ് ആയിരിക്കില്ല നിങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വരിക. അത് അറിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മഹാനാകുന്നു. അങ്ങനെയാണ് ഈ ലോകത്ത് ഒരുപാട് മഹാന്മാരുണ്ടായത്. അങ്ങനെയാണ് ഞാൻ വിക്കിയായത്. ലിസണേഴ്സിന് ഇപ്പൊ മനസ്സിലായി ആരുടെ സ്വഭാവമാണ് താങ്ക് യു പറയാത്തതെന്ന്. കാരണം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പില് പുള്ളിക്കാരൻ്റെ അടുത്ത് താങ്ക് യു പറഞ്ഞിട്ട് പോലും ഇതുവരെയും പുള്ളി തിരിച്ചൊരു താങ്ക് യു എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം ആരാണ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു തിരിച്ചു പറയേണ്ട കാര്യമില്ല. അതിന് വേറൊരു ഉപകാരം, അതിനൊരു ഉപകാരം നമ്മൾ ചെയ്യും. അതാണ് ഇങ്ങോട്ട് വീണ്ടും താങ്ക്സ് പറയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും. നിങ്ങൾ കാണുന്നില്ലാത്തോണ്ട് എനിക്ക് ഇനിയിപ്പോ ഒന്നും പറയാനില്ല. എനിക്കൊന്ന് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വേറൊരു അടിപൊളി ട്രാക്ക് നമുക്കൊന്ന് പ്ലേ ചെയ്താലോ. അതായത് നമ്മുടെ ഈ പ്രോഗ്രാം വളരെ എക്സ്പ്രസ് സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്ന പാട്ടുകളെല്ലാം ഒരു സ്പീഡ് ബ്രേക്കർമാര് വളരെ ഒരു എന്താ പറയാ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും എല്ലാം അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ പോകാവുന്ന ഒരു പാട്ടാണ്. ഒരു ഫീൽ കിട്ടുന്ന ഒരു പാട്ട്. ഒരു 5-6 മെസ്സേജസ് ഉണ്ട്, ഒന്ന് വായിച്ചോ. പെട്ടെന്ന് വായിക്കും. അപ്പൊ നമുക്ക് അടുത്തേക്ക് സത്യൻ പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. ബെസ്റ്റ് വിഷസ് സൂപ്പർ പ്രോഗ്രാം മികച്ച ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് സത്യൻ ചേട്ടൻ. ഹരികുമാർ വാവുള്ളിപ്പതി വന്നിട്ടുണ്ട്. വടക്കേക്കര എത്തിയിട്ടുണ്ട്. വിക്കി അങ്ങനെയാണ്, ഫോർ ഷുവർ ഹീസ് താങ്ക്ഫുൾ. അതെ അതെ, വളരെയധികം താങ്ക്ഫുൾ ആണ് വിക്കി കേട്ടോ. വടക്കേക്കര അബി, ലവ് യു.
ജയശ്രീ മൂർത്തി നന്ദി മറപ്പത് നൻറു അൻറു വിക്കി അന്തക്കുറൽ. ഐ ഡോണ്ട് നോ ഞാൻ കറക്റ്റ് ആണോ പറഞ്ഞെന്നുള്ളത്, ബട്ട് വാട്ട് എവർ കറക്റ്റ് ആയിരുന്നു. നന്ദി മറപ്പത് നன்றன்று നன்றല്ല അൻറേ മറപ്പത് നன்று. അത് തന്നെ വിക്കി അന്തക്കുറൽ മനസ്സിലായില്ലേ? സവിത സവി വെരി നൈസ് പ്രോഗ്രാം. ഉമ അയ്യർ ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. താങ്ക്സ് വിക്കി, താങ്ക്സ് ഫരി ഫോർ എന്റർടൈനിങ് us with your കൊമ്പ് കോർക്കൽസ്. ഇനി ഞാൻ താങ്ക്സ് പറഞ്ഞില്ലാന്ന് വരില്ലല്ലോ. താങ്ക് യു സോ മച്ച്. സത്യൻ പേരാമ്പ്ര പറയുന്നുണ്ട് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് പ്രോഗ്രാം. താങ്ക് യു സോ മച്ച് സത്യത. നല്ലൊരു വിലയിരുത്തൽ. ലിജു തോമസും ഷബ്നം സുലൈമാനും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓടിപ്പോയിട്ട് കേട്ടിട്ട് വരാം. തീർച്ചയായിട്ടും. വിജനമാം വീഥി ചെന്നെത്തി നിൽക്കുന്നു വീരഭാവം പൂണ്ട മനയുടെ മുറ്റത്ത്. വിജനമാം വീഥി ചെന്നെത്തി നിൽക്കുന്നു വീരഭാവം പൂണ്ട മനയുടെ മുറ്റത്ത്. തലമുറകൾ തലചായ്ച്ച നീളൻ വരാന്തയും തമസിനെ പുണരും ഇടനാഴികളും. തലമുറകൾ തലചായ്ച്ച നീളൻ വരാന്തയും തമസിനെ പുണരും ഇടനാഴികളും. വിജനമാം വീഥി ചെന്നെത്തി നിൽക്കുന്നു. കാലം തെറ്റി പെയ്തൊരാ പുതുമഴതൻ കുളിരേറ്റു നടുമുറ്റം വിറങ്ങലിച്ചിടുന്നു. കാലം തെറ്റി പെയ്തൊരാ പുതുമഴതൻ കുളിരേറ്റു നടുമുറ്റം വിറങ്ങലിച്ചിടുന്നു. പൂന്തന്നൽ താരാട്ടിലൊഴുകുന്ന പുഴയും പുഴയുടെ ഓളങ്ങൾ ചുംബിക്കും പടവുകളും. വിജനമാം വീഥി ചെന്നെത്തി നിൽക്കുന്നു. കഥയേറെ പറയുന്ന കൽപ്പടവിലമ്പാടും കാലപ്പഴക്കത്തിൻ കാലൊച്ച കേട്ടു. കഥയേറെ പറയുന്ന കൽപ്പടവിലമ്പാടും കാലപ്പഴക്കത്തിൻ കാലൊച്ച കേട്ടു. ആരവമൊഴിഞ്ഞൊരാ തീരവും നോക്കി ആറൊഴുകുന്നു ചാഞ്ഞും ചരിഞ്ഞും. വിജനമാം വീഥി ചെന്നെത്തി നിൽക്കുന്നു വീരഭാവം പൂണ്ട മനയുടെ മുറ്റത്ത്. വിജനമാം വീഥി ചെന്നെത്തി നിൽക്കുന്നു വീരഭാവം പൂണ്ട മനയുടെ മുറ്റത്ത്. തലമുറകൾ തലചായ്ച്ച നീളൻ വരാന്തയും തമസിനെ പുണരും ഇടനാഴികളും. തലമുറകൾ തലചായ്ച്ച നീളൻ വരാന്തയും തമസിനെ പുണരും ഇടനാഴി
വഴികളും വിജനമാം വീഥി ചെന്നെത്തി നിൽക്കുന്നു. വെൽക്കം ബാക്ക് ടു റേഡിയോ റാങ്ക് എക്സ്പ്രസ്. നിങ്ങളോടൊപ്പം ഞാൻ RJ വിക്കി, ഞാൻ RJ ഫരി. അപ്പൊ വിക്കി, നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. ഇപ്പൊ നമ്മൾ ആ ഒരു ഫീലിലൊക്കെ എത്തി. നമ്മുടെ തന്നെ ഒരു സപ്പോർട്ടറും കൂടിയായ അഭിലാഷ് രാമ പാടിയ പാട്ടാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുമാതിരി ഒരു പാട്ട് പ്ലേ ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രോഗ്രാമിലും മനോഹരമായിട്ട് ആലപിച്ചിട്ടുണ്ട്. ഈവൻ വിഷ്വലൈസേഷൻസും ഒക്കെ നമ്മൾ ആ ഒരു നമ്മുടെ നാടിന്റെ ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അഞ്ജു അരവിന്ദനൊക്കെ കണ്ടപ്പം നമ്മുടെ എക്സ്പ്രസിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ അവരെ ഈ ലിസണേഴ്സിനെ എല്ലാവരെയും നമ്മുടെ നാട്ടിലെത്തിച്ചൊരു ഫീലാക്കി. സത്യം. പക്ഷെ ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. വീണ്ടും ചോദ്യത്തിലേക്ക് വരികയാണോ? ഓഫ് കോഴ്സ്, ചോദിക്കൂ. ഫോറസ്റ്റ് ഓഫ് ഡീൻ കേട്ടിട്ടുണ്ട്? എന്തുവാണ് ഡീൻ എന്ന് കേട്ടിട്ടുണ്ട്. വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഹെഡ് അല്ലെങ്കിൽ എന്താ പറയാ ചീഫ് പ്രിൻസിപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാ ഡീൻ. ഫോറസ്റ്റ് ഓഫ് ഡീൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെയൊക്കെ ഒരുപാട് വെറുപ്പിക്കുന്ന ഡീൻസിനെ കൊണ്ട് ഇടാൻ പറ്റുന്ന ഫോറസ്റ്റ് മറ്റുമാണോ? അയ്യേ, അല്ല. ഇത് ആക്ച്വലി ഒരു മാജിക്കൽ ഫോറസ്റ്റ് ആണ്. നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച ടൈപ്പ്. ഇത് ശരിക്കും ഉള്ളത് ഇംഗ്ലണ്ടിലാണ്. ഓഹോ. നമ്മുടെ ഹാരി പോട്ടർ എഴുതിയ ആള് അറിയോ? റൗളിംഗ്. അതെ, JK റൗളിംഗ്. പുള്ളിക്കാരി ഈ ഫോറസ്റ്റ് ഓഫ് ഡീൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ സമീപത്താണ് ജീവിച്ചിട്ടുള്ളത്. കുറച്ച് നാൾ പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ മന്ത്രവാദ ലോകത്തെ പറ്റിയിട്ടുള്ള ഈ നോവൽ എഴുതിയപ്പോ അതന്നെ റൗളിംഗ് ഈ കാടിനെ സത്യം പറഞ്ഞാൽ മറന്നില്ല. ഹാരി പോട്ടറിലെ ഒരുപാട് ഈ നിർണായകമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കാടിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ JK റൗളിംഗ് എഴുതിയിട്ടുള്ളത്. എന്താണ് ഈ കാടിനകത്തുള്ളത്? ഈ കാടിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാതെ പ്രത്യേകിച്ച് ലേസർ എന്താ പറയാ റേസ് കടത്തി വിട്ടിട്ട് ചെക്ക് ചെയ്താൽ മാത്രം കാണാവുന്ന ഒരു പ്രത്യേക തരം മെറ്റൽ ഡോം അതിനകത്ത് കണ്ടെത്തി. ഓഹോ. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ലേസർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോകത്തിലെ പല കോണുകളിലും ഈ പറഞ്ഞ കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് സംഗതികളെ ലേസർ സിസ്റ്റത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പക്ഷി പോലും നമുക്കുണ്ട്, അറിയോ? അതായത് അതിന്റെ ശബ്ദം എത്ര ദൂരത്തു നിന്നാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ ഫീൽ വെച്ചിട്ട് സഞ്ചരിക്കുന്ന ഒരു പക്ഷിയുണ്ട്. അറിയില്ലേ? ഗരുഡൻ. അതിന്റെ ലേസർ ഒക്കെ അടിക്കണം. അതിന്റെ കണ്ണുകളിൽ ലേസർ ഉണ്ട്. അതിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ഭയങ്കര ശബ്ദമാണ്. കേട്ടിട്ടില്ല. അതാണ് അതിന്റെ ശബ്ദം എന്ന് പറയുന്നത്. നമ്മുടെ ചെവികൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ഒരു റേഞ്ച് ഉണ്ട്, 20,000 ഡെസിബിൾസ്. അതിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് ഒന്നും കേൾക്കില്ല. അത്രയും എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ട് വേവ്സിനെ എന്താ റിഫ്ലക്ട് ചെയ്യണ അനുസരിച്ചിട്ട് അതിന്റെ മുമ്പിൽ എന്ത് ടൈപ്പ്, എത്ര രൂപം, എത്ര വലുപ്പം എന്നൊക്കെ കണ്ടെത്തി ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. പക്ഷെ ഇത് ലേസർ സിസ്റ്റമാണ്. അപ്പൊ ഈ ലേസർ സിസ്റ്റത്തിലൂടെ ഹെലികോപ്റ്ററിലൂടെയും പ്ലെയിനിലൂടെയൊക്കെ പോയി ആ ലേസർ സിസ്റ്റത്തിനെ ആ കാട്ടിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് അതിന്റെ അകത്ത് എന്താണ് ആ നിഗൂഢത എന്ന് കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മുടെ മധ്യ അമേരിക്കയിലത്തെ കൊടുങ്കാടുകളിൽ ഒന്നും കൂടെ പറയൂ, എവിടെ? മധ്യ അമേരിക്ക, മിഡിൽ അമേരിക്ക. കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കാൻ പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. തെറ്റുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും ഉണ്ടായില്ല. മധ്യ എന്ന് കേൾക്കുമ്പോൾ മധ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ഷോ കാണുന്നവര്, ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ പറഞ്ഞോളൂ. മതി വേണ്ട, ഇനി ഞാൻ പറയുന്നില്ല. കൊടുങ്കാടുകളിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് വിക്കി പറഞ്ഞല്ലോ. ശരിക്കും മായൻ സംസ്കാരത്തിലുള്ള മായൻ കൾച്ചർ സിവിലൈസേഷൻ, മായൻ സിവിലൈസേഷൻ ഒടിയനല്ല, മായൻ സിവിലൈസേഷൻ. അതിന് വേണം പറഞ്ഞത് കോളേജിലും സ്കൂളിലൊക്കെ പോകണമെന്ന്. അവിടുത്തെ ഒരുപാട് വമ്പൻ നിർമ്മിതികളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ സാങ്കേതിക സഹായത്തിലാണ്, ഈ ലിഡാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേസർ ഇതില്. അതേപോലെ തന്നെ നമ്മുടെ കംബോഡിയയിലത്തെ മഹേന്ദ്ര പർവ്വത സാമ്രാജ്യം. മഹേന്ദ്ര കേൾക്കുമ്പോ തന്നെ ഒരു ഇന്ത്യൻ നെയിം മാതിരി ഉണ്ടല്ലോ. കംബോഡിയയിൽ അതും ഉണ്ടോ? അതും കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ എന്തായാലും തന്റെ കണ്ടെത്തല് ജോൺ ഫോറസ്ട്രി ഇംഗ്ലണ്ട് വിഭാഗത്തിനെ അറിയിച്ചു അവര്. എന്നിട്ട് മരങ്ങൾക്കിടയിൽ എന്താണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ ഒരു വിദ്യ പ്രയോഗിച്ചതും അതിനകത്ത് നിന്ന് അവർ കണ്ടെത്തിയതും. പക്ഷെ അത് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഏകദേശം 10-25 അടി വലുപ്പമുള്ള 82 അടിയോളം വലുപ്പമുള്ള ഒരു വലിയൊരു ഡോം രീതിയിലുള്ള ഒരു വെങ്കലം ബ്രോൺസ്. താങ്ക് യു. ഓക്കെ, അതിന്റെ ഒരു മെറ്റലിന്റെ ഒരു സംഭവമാണ്. അത് എന്താണെന്ന് ഇതുവരെയായിട്ടും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല.
ഡോം മാത്രമേ അത് ഇപ്പോഴും ഒരു നിഗൂഢതയായിട്ടാണ്. അതായത് ആദ്യം എല്ലാം ഈ മറ്റേ ഇവർ ധരിച്ചത്, സയന്റിസ്റ്റ് ധരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പറഞ്ഞ കല്ലായിരുന്നു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പഴയ 2500 സെഞ്ചുറികൾക്ക് മുമ്പില് 2500 കല്ലാണ് ആൾക്കാർ. അതായത് നമ്മളിപ്പം കല്ല് വെച്ച് മാങ്ങയൊക്കെ എറിയണ അന്ന് ഈ പറഞ്ഞ എതിരാളികൾ നേരിട്ടിരുന്നത് കല്ല് വെച്ചിട്ടും ആ കല്ലിനെ ഈ പറഞ്ഞ ഒരു കമ്പുമാരി സിസ്റ്റമൊക്കെ വെച്ച് അമ്പിന് പകരം കല്ല് എറിഞ്ഞിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് പഴയ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു രീതി മാറിയിട്ട് മെറ്റൽ ഇതിലേക്ക് മാറിയ ആ ഒരു സംഭവമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. കാരണം ഇത്രയും വലിയൊരു സംഭവം അവർ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ഇതേവരെയായിട്ടും സയന്റിസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏകദേശം 12 കൊല്ലം ഇത് കണ്ടുപിടിച്ചിട്ട് ഇതേവരെയായിട്ടും അവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ചുണ്ണാമ്പ് കല്ലുകളൊക്കെ വെച്ചിട്ടാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. അതെ, എക്സാക്ട്ലി. ഇനി എന്തായാലും നമ്മുടെ എക്സ്പ്രസ് അല്ലേ, നമ്മളൊരു ട്രെയിനിനെ കുറിച്ച് കൂടി എനിക്ക് പറയാം. എന്താണെന്ന് പറയൂ. നമ്മുടെ ഇടുക്കിയിലൊക്കെ ട്രെയിൻ ഉണ്ടോ? ഇടുക്കിയിൽ എങ്ങനെയാ ട്രെയിൻ ഉണ്ടാവുക? ഇടുക്കിയിൽ ട്രെയിൻ ഇല്ല. ഇടുക്കിയിൽ ട്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ. പക്ഷേ കാരണം ഇടുക്കി വളരെ ഉയർന്നൊരു പ്രദേശമാണ്. ഊട്ടിയിൽ ട്രെയിൻ ഉണ്ട്, അതുമാതിരി ഇടുക്കിയിൽ ട്രെയിൻ ഉണ്ടായതായിട്ട് എന്റെ ഓർമ്മയിലില്ല. പക്ഷേ ഇടുക്കിയിൽ ട്രെയിൻ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ ട്രെയിൻ ഉണ്ടായിട്ടുണ്ടോ? വളരെ മികച്ച കണ്ടുപിടുത്തമാണല്ലോ. ഹായ്, ആരുടെ മികച്ച കണ്ടുപിടുത്തം? അത് ഫരി കണ്ടുപിടിച്ചിട്ട് വന്നത്. താങ്ക് യു വെരി മച്ച്. ഇത് ഒരു പുതിയ ഒരു ഇൻഫർമേഷൻ ആണ്, അറിയില്ലായിരുന്നല്ലോ. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ കൗതുകമായിരുന്നേ. ലൈക്ക് ഇടുക്കിയില് ഇത് പക്ഷെ 1902 തൊട്ടിട്ട് 1924 വരെ നമ്മുടെ മൂന്നാറില് ട്രെയിൻ ഓടിയിട്ടുണ്ട്. മോണോ റെയിലായിരുന്നു, അതായത് സിംഗിൾ പാത. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറിയാലോ, അവിടെ ടീ പ്ലാന്റേഷൻസ് അല്ലേ കൂടുതൽ. അപ്പൊ തേയിലേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ മൂന്നാർ തൊട്ടിട്ട് നമ്മുടെ വെള്ളം കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കും. കാരണം അവിടെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു വലിയ സംഗതി കൂടിയുണ്ട്. അതിന് ഉപയോഗിച്ചുകൂടാന്നില്ല, ഉപയോഗിക്കാം. അപ്പം നമ്മുടെ തമിഴ്നാട് ബോർഡറിലുള്ള എന്താണ് ഈ പറയണേ അറിയോ? തമിഴ്നാട് ബോർഡർ അവിടെ വരെ പോവാനുള്ള ഒരു മോണോ റെയിലായിരുന്നു 1902 തൊട്ടിട്ട് 1924 വരെ നമ്മുടെ മൂന്നാറിലുണ്ടായിരുന്നു. അത് എന്ത് ടൈപ്പ് റെയിലായിരുന്നു? നമ്മൾ സാധാരണ ഈ പറഞ്ഞ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ട്രെയിൻ തന്നെയായിരിക്കും. അന്ന് പിന്നെ സ്റ്റീം എഞ്ചിനിലുണ്ടായിരുന്നു. എന്താണ് ഈ സ്റ്റീം എഞ്ചിൻ അറിയോ? ഇതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഈ ചോദിക്കുന്ന ആൾക്ക് അറിയോ എന്നുള്ളതും കൂടെ ഞാൻ ഒന്ന് നോക്കട്ടെ. തീർച്ചയായിട്ടും എന്താണെന്നറിയോ? സ്റ്റീം എഞ്ചിന് തീർച്ചയായിട്ടും അറിയാം. അതായത് ഈ വെള്ളത്തിനെ ചൂടാക്കി സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്ത് അതൊരു ടർബൈനിലേക്ക് കടത്തിവിട്ട് അതിനകത്ത് ഒരു റോട്ടറി മോഷൻ ക്രിയേറ്റ് ചെയ്ത് അത് വീലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനെയാണ് സ്റ്റീം എഞ്ചിൻ പറയുന്നത്. എന്റെ പ്രേഷറിലങ്ങ് കോരിത്തരിച്ചു പോയിരിക്കുക ഈ ഉത്തരം കേട്ടിട്ട്. ഇതൊക്കെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വന്നതാണ്, ഞാൻ എഴുതി വെച്ച് വായിക്കണതല്ല. പ്രേക്ഷകർ കോരിത്തരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളാണ് കോരിത്തരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ എനിക്കൊന്ന് അതിന് ഈ പറഞ്ഞ ഊട്ടിയിലുള്ള സിസ്റ്റം തന്നെ മോണോറെയിൽ സിസ്റ്റം ആയിരിക്കണം അന്ന് ചെയ്തിട്ടുണ്ടാകുന്നത്. മോണോറെയിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റെയിലിലൂടെ തന്നെ ഈ പറഞ്ഞ ടീത്ത് വെച്ച് കണക്ട് ചെയ്ത് ഒരു പ്രത്യേക ഒരു ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു വൺ വേ ടീത്ത് ടൈപ്പ് ആണ്. ഒരു ഹൈറ്റ് വരെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ക്യാച്ച് ചെയ്ത് നിൽക്കും, പിന്നെ ഇങ്ങോട്ട് പുറകോട്ട് ചലിക്കില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് ഈ ട്രെയിൻ പിന്നാലേക്ക് വരുമല്ലോ. അപ്പൊ അത് ബ്രേക്കിനെക്കാട്ടിലും ചിലപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. റിവേഴ്സ് ഗിയറിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഗുണം ഉണ്ട് ട്രെയിനിന്. ഭയങ്കരാണേ. ഇത് പുറത്തൊന്നും കാണിക്കരുത്, നാളെ നല്ല വെയിലായിരിക്കും. അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ആ ഒരു സീൻ ഞാൻ ആലോചിക്കുകയാണ്. ട്രെയിൻ പക്ഷെ ആ ട്രെയിൻ സിസ്റ്റം ഒന്നും ഇപ്പൊ കാണുന്നില്ലോ. എവിടെ? അതൊക്കെ എടുത്ത് വിറ്റോ? കാണും. അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും മരത്തിന്റെ ഒക്കെ ഇടയിൽ ഉണ്ടാവുമായിരിക്കും. നമുക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ ലേസർ സിസ്റ്റം നമ്മൾ ചെയ്ത് നോക്കണ്ടേ? ചിലപ്പോ ഒരു ട്രെയിൻ സിസ്റ്റം കിട്ടിക്കൂടാന്നില്ല. ഓക്കെ, നമ്മുടെ ഉമ പറഞ്ഞത് നന്ദിയുടെ വൺ മോർ ക്വാളിറ്റി അല്ലെങ്കിൽ പവർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഹെൽപ്പ് എനിവൺ യു വിൽ ബി ഹെൽപ്ഡ് ഓട്ടോമാറ്റിക്കലി ബൈ സംവൺ. പിന്നെ വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട്, നെവർ എക്സ്പെക്ട് താങ്ക്സ് ഫ്രം എനിവൺ. കിട്ടിയാൽ ഇറ്റ്സ് യുവർ ഗുഡ് ലക്ക്, കിട്ടിയില്ലെങ്കിലും നോ ഇഷ്യൂസ് എന്ന് വേണം തിങ്ക് ചെയ്യാൻ. സോറി, ഞാൻ എവിടെയോ പോയിട്ടോ. ഉമ പറഞ്ഞു സാഹിത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. അല്ല, നല്ല തിങ്കിങ് ആണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് തിരിച്ചൊരു താങ്ക്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തോന്നും അയ്യോ അത് ചെയ്യണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ അത് താങ്ക്സിന് വേണ്ടിയിട്ടല്ല, അതായത് അതൊരു ഫീലിംഗ് ആണ് ശരിക്കും. അതെ, തീർച്ചയായിട്ടും ഒരു താങ്ക്സ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി നമ്മൾ 3 പേരെയും കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു എനർജിയാണ്. താങ്ക്സ് എന്ന് നിങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ വന്നിട്ട് താങ്ക്സ് എന്ന് പറയണം, ഒരു സാൻഡ്വിച്ച് ഒക്കെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. എപ്പോഴും ഞാൻ ഒരാൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്തായാലും താങ്ക് യു പറഞ്ഞേക്കാം. അതിപ്പോ എന്റെ മമ്മയാണെങ്കിലും കൊള്ളാം. ഓക്കെ, ചോദിച്ചു നോക്കിക്കോളൂ. വലിയ കല്ല് വെച്ചെന്നോണം, ചെറിയ കല്ലൊന്നും അല്ല കേട്ടോ. എത്രയോ ഉപകാരങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നു ഇന്നേ വരെ. നന്ദി.
എനിക്ക് സത്യം ഞാനൊരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് വീക്കില് ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടുള്ള എല്ലാ മെസ്സേജസിന്റെയും സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് ഞാൻ ശ്രീഹരിയുടെ അടുത്ത് സ്ക്രീനിൽ ഇടാൻ പറയാം. പോരെ? കാണാലോ. റസിയ ജമാൽ എത്തിയിട്ടുണ്ട്, ഷിബു മാമൻ എത്തിയിട്ടുണ്ട്, സിനി സ്റ്റാർവിൻ എത്തിയിട്ടുണ്ട്, രവി തിരുമിറ്റക്കോട്. അല്ല, വണ്ടി മുമ്പോട്ടോ അതോ പുറകോട്ടോ? വിജയൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. വണ്ടി മുമ്പോട്ട് തന്നെയാണ്. ആക്ച്വലി നമ്മുടെ പാട്ട് വെച്ച് കുറച്ച് സ്ലോ ആയതുകൊണ്ട് അങ്ങനെ തോന്നിയായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇടുക്കിയിൽ നമ്മുടെ ട്രെയിൻ വന്ന സംഗതി 1902 തന്നെ ട്രെയിൻ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ തുരുമ്പ് പോലും കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. അതെ, അതാണ് ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. ട്രെയിൻ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ട്രെയിനിന്റെ പാളം അവിടെ ഉണ്ടോ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലേസർ സിസ്റ്റം, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു വരുന്ന ഹാരി പോട്ടർ വെങ്കല ഡോം കണ്ടെത്തിയ മാതിരി ലേസറുമായിട്ട് ഫരി വരുന്നതായിരിക്കും. സത്യമാണ്. ഫരി ഈസ് നോട്ട് ലൈങ്. വിക്കി ട്രസ്റ്റ് ഹർ. ആരാണത്? അതാണ് ശബ്നം. ഞാൻ അയച്ചുതരാം കേട്ടോ. എന്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ശബ്നത്തിന് പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാം. അതിനകത്ത് അറിയാൻ പറ്റും ഞാൻ എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം എപ്പോഴും അയക്കുന്ന ഒരു മറ്റേ സ്മൈലി എന്ന് പറയുന്നത് പുച്ഛം ഉള്ള ഒരു സ്മൈലി ഉണ്ടല്ലോ. നമ്മൾ ഒരു ഉപകാരം ചെയ്ത് കേട്ടല്ലോ. സത്യം പുറത്തു വന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞാണ് പുച്ഛം എന്ന്. ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടയേർഡ് ആയിട്ടുള്ള സ്മൈലി അല്ല. ഒരു ഹെൽപ്പ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് വേണം ഒരു സ്മൈലി. അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും വിക്കി മെസ്സേജ് ഇടാനായിട്ട്. ഞാൻ ടയേർഡ് കണ്ടോ ടോപ്പിക് വിഷയത്തിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം എന്താ അറിയോ, ഇത് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാലേ ഒരുപാട് പറയാനുണ്ട്. നിങ്ങളടുത്തൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് സങ്കടം എന്റെ മനസ്സിനുള്ളിൽ, അതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത്രയും ഉപദ്രവമാണ് ചെയ്യാറ്. ശോഭ കൊണ്ടാണ് വന്നിട്ടുണ്ട്. ഹായ് വിക്കി. ശോഭ, അടുത്ത പ്രാവശ്യം ദയവായി 1 മണിക്കൂർ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷമായിരിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുത്ത് കൂടുതൽ വ്യൂവേഴ്സിന് ഞങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മുടെ കടങ്കഥ ഇതായിരുന്നു, നമ്മുടെ കുസൃതി ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഷിഷി ഷുഷു 2 ഒച്ച എടുത്തു നോക്കിയാൽ 100 ഓട്ട, എന്താണ് അത് എന്നായിരുന്നു ചോദ്യം. ഞങ്ങളെ തല്ലരുത്, ഞങ്ങളെ കൊല്ലരുത്, തല്ലണ്ട മാമോ ഞാൻ നന്നാവൂല. ഓക്കെ, ഉത്തരം വിക്കി പറയാ? ഞാൻ പറയാ, എനിക്ക് വയ്യ. വിക്കി കടിയോളാൻ വയ്യാന്ന്. ഞാൻ ചോദ്യം ഉണ്ടാക്കൽ മാത്രമേ എന്റെ ചോദ്യം ഉള്ളൂ. ഉത്തരം പറയേണ്ടത് ഫരീഡിയ. ചന്ദ്രിക ചേച്ചി ഒരുപാട് ദൂരേക്ക് പോയായിരുന്നു ഉത്തരം കൊണ്ടിട്ട്. ഇതിന്റെ ഉത്തരം ഷീഷി ഷുഷു 2 ഒച്ച എടുത്തു നോക്കിയാൽ 100 ഓട്ട. ഉത്തരമാണ് ദോശ. സ്വന്തം ദോശ. ഈ ഉത്തരം പറഞ്ഞ എല്ലാവർക്കും വലിയൊരു കയ്യടി. കാരണം വളരെയധികം കൺഫ്യൂസ് ചെയ്യിക്കാവുന്ന രീതിയിൽ വളരെ ടഫായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ഗൂഗിളിലൊന്നും തപ്പിയാൽ കിട്ടാത്തൊരു ചോദ്യം. അതിന്റെ ഞങ്ങൾ ഉത്തരം പറഞ്ഞ ഒരുപാട് വ്യക്തികളിൽ നിന്നും ഒരു വ്യക്തിയെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്. അത് ആണാവാം പെണ്ണാവാം. ഓക്കെ, ഇത് ഞാൻ തുറക്കുന്നതിന് മുമ്പ് എനിക്ക് ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് വിട്ടുപോകും. ഈ ദോശ എന്ന് പറഞ്ഞ എങ്ങനെ പേര് വന്നെന്നറിയോ? ആക്ച്വലി ഈ ദോശ എന്ന് പറഞ്ഞ സംഗതി സൗണ്ട് 2, അതെ സത്യം, 2 സൗണ്ട് തന്നെയാണ്. അതായത് ഇത് പണ്ട് നമ്മുടെ മുംബൈയില് ഈ തട്ടുകടയൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ. ആ തട്ടുകടയിൽ നിന്നാണ് ഈ ദോശ എന്ന് പറഞ്ഞ സംഗതി ജനിച്ചത്. ഇതിന് ആക്ച്വൽ പേരിട്ടത് മലയാളികളൊന്നുമല്ല. ഇതിന് ആക്ച്വൽ പേരിട്ടത് നോർത്ത് ഇന്ത്യയും ഇംഗ്ലീഷുകാരും ചേർന്നിട്ടാണ്. ഇതൊന്നും അറിയാത്ത വിഷയങ്ങളാണ്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കണം. അതായത് ഒരു ഇംഗ്ലീഷുകാരൻ ഒരു തട്ടുകടയിൽ പോയി. തട്ടുകടയിൽ പോയപ്പോൾ അയാൾ ഇങ്ങനെ ദോശയൊക്കെ ചുട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷുകാരൻ വാട്ട് ഇസ് ദിസ് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, തട്ടുകടക്കാരന്. അപ്പൊ അയാൾക്ക് എങ്ങനെ ഇത് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു ദിസ് വൺ ലൈക്ക് വൺ സ്വയിങ്, നെക്സ്റ്റ് അനദർ സ്വയിങ്, ലൈക്ക് ദിസ് സ്വയിങ് യെസ് 1 2 ദോ സ്വയിങ്. ഓ, അങ്ങനെ ഈ ദോ സ്വയിങ് എന്നുള്ള സംഗതിയാണ് നമ്മുടെ നാട്ടിലെത്തിയപ്പോ ദോശ എന്ന് മാറിയത്. അങ്ങനെയാണ് ഈ ദോശ എന്നുള്ള പേര് വന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. ഈ ഒരു കഥ നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ബഹറിനിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കണം ഈ കഥ. നല്ല ബോറിംഗ് ആയിരുന്നു അല്ലേ? കണ്ടോ, ഒരു നല്ലൊരു സംഗതി പറഞ്ഞു കൊടുത്തപ്പോ താങ്ക്സ് പറയുന്നു പറഞ്ഞ ആളാണ്.
ഇതുമാതിരിയാണ്. എവിടെയാണ് ശബ്നം കേട്ടോളൂ കേട്ടോ. ബോറിംഗ് ആയിട്ടുള്ള സാധനത്തിന് ബോറിംഗ് ഇൻഫർമേഷൻ. താങ്ക് യു സോ വെരി. ഇതായിരുന്നു കറക്റ്റ്. കാരണം എന്തറിയോ, ഇത് നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. ഇത്രയും ലിസണേഴ്സിനെ ബോറടിപ്പിച്ച വിക്കിക്ക് വളരെയധികം താങ്ക് യു. കണ്ടോ, രാജൻ ചേട്ടൻ അത് വളരെയധികം ആസ്വദിച്ചിരിക്കുന്നു. 3 പ്രാവശ്യം കരഞ്ഞുകൊണ്ടാണ് ചിരിച്ചിരിക്കുന്നത്. വിക്കി ഒന്ന് നിർത്തി പോയിക്കൂടെ എന്നാണ് ചോദിച്ചത്. സാരില്ല, ഉത്തരം നമുക്ക് പറഞ്ഞ ആളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത, എന്നോട് കുശുമ്പ് പറഞ്ഞ എന്നെ കൊള്ളരായവൻ എന്ന് പറഞ്ഞ ആള് തന്നെയാണ് ഇന്നത്തെ വിജയി. ഓ, ഷബ്നം സുലൈമാനാണ് ഇന്നത്തെ വിജയി. കൺഗ്രാറ്റുലേഷൻസ് ഷബ്നം. നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ക്ലിയർ വിഷനിൽ നിങ്ങളുടെ 5 ദിനാറിന്റെ ഗിഫ്റ്റ് കൂപ്പണാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് കിട്ടേണ്ട രീതി എന്ന് പറയുന്നത്, ഞങ്ങളൊരു കോഡ് വേർഡ് സിസ്റ്റം മൂലം അത് ഷോപ്പിൽ എത്തിക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങളുടെ അസൗകര്യമെല്ലാം പരിഗണിച്ചുകൊണ്ട് ദയവായി റേഡിയോ റംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ വാട്സപ്പിലൂടെ ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൽ നിങ്ങൾക്ക് സമ്മാനം എത്തിച്ചേരും. അതെ, വിക്കി ഇവിടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗ്യാരണ്ടി ആയിട്ട് കിട്ടിയിരിക്കും. വിക്കി ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് വേറെയാണ്, അത് എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് കുറച്ച് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് അയച്ചിരിക്കുന്ന എല്ലാവരുടെയും മെസ്സേജസും കൂടെ ഒന്ന് വായിക്കാം. നമ്മുടെ ചന്ദ്രിക ചേച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രോഗ്രാം കേട്ടുകൊണ്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചന്ദ്രേട്ടനും രോഹിത്തും പറഞ്ഞു. ഓഹോ, താങ്ക് യു സോ മച്ച്. പക്ഷെ ചന്ദ്രി ചേച്ചിയുടെ ഉത്തരം അവർ കണ്ടുവെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രി ചേച്ചി മിക്കവാറും കുക്ക് ചെയ്തിട്ട് വല്ല അടുത്തുള്ള അമ്പലത്തിൽ പോയി കിടക്കേണ്ടി വരും കേട്ടോ. താങ്ക് യു സോ മച്ച് ചന്ദ്രിക ചേച്ചി, നല്ലൊരു ഇതിന്. പിന്നെ ഷബ്നം സുലൈമാൻ, ഹായ് ഫരി ആൻഡ് വിക്കി ഫ്രം ഐറ നദീം. ഓ, ഹായ് ഐറ. ശോഭ കൊന്നാന ഷ്യോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുവായിരുന്നു ശോഭ? അടുത്ത ആഴ്ച 8 മണിക്ക് 1 മണിക്കൂർ മുമ്പ് എത്താം എന്നാണ് ശോഭ പറഞ്ഞത്. താങ്ക് യു ശോഭ. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ടോ, കാരണം ഞാൻ ഈ ഇത് നറുക്കെടുപ്പിലും അതിലും ഇതിലൊക്കെ ആയതുകൊണ്ട്. അല്ല, മറവി കൂടുതലാണ്, നന്ദി ഒന്നും പറയാറില്ല. എന്താ ചെയ്യാ? അതെ, താങ്ക് യു വെരി മച്ച്. സത്യം പറഞ്ഞു. ഓ, താങ്ക് യു പറഞ്ഞു. ഫൈനലി വിക്കി താങ്ക് യു പറഞ്ഞു. ഉമായർ പറഞ്ഞത് യെസ് തരിച്ചു പോയി. വിക്കിയുടെ എഞ്ചിനീയറിംഗ് ബുദ്ധി അപാരം തന്നെ. എവിടെയായിരുന്നു ഇത്രയും കാലം സ്വാമി വിക്യാനന്ദ? ബട്ട് പറയാതെ വയ്യ, ഈ വിക്കി ഒരു ഗ്രേറ്റ് ഹെൽപ്പിംഗ് നേച്ചർ ഉള്ള ഒരു വ്യക്തിയാ. പിന്നെ വ്യക്തിയാ വേറെ വ്യക്തിയാണോ ട്ടോ ഫരി. ഓക്കെ, അതിന് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. കണ്ടോ, അപ്പൊ ഉമയും താങ്ക്സ് പറഞ്ഞു തുടങ്ങി. ഒരു ഉപകാരം ചെയ്യാൻ തന്നെ ഉമ താങ്ക്സ് പറഞ്ഞു തുടങ്ങി കേട്ടോ. അങ്ങനെയല്ല, വിക്കിന്റെ ഫാൻസ് ഒക്കെ വന്നിട്ട് വിക്കിന് ഇങ്ങനെ പൊക്കി സത്യസന്ധമായിട്ടുള്ള എല്ലാരും കൂടി ഇപ്പൊ താഴ്ത്തിക്കിടും. അല്ലല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ പിന്നെ അത് എന്റെ ഫാൻസ് എന്നാവണമെന്നില്ലല്ലോ. ക്ലച്ച് പിടിച്ചില്ല കോമഡിന്ന് രാജൻ ചേട്ടൻ. രായേട്ടാ, നിങ്ങൾ ചിരിച്ചപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളത് ആസ്വദിച്ചു എന്ന്. ഇനി ഇങ്ങനത്തെ കോമഡികൾ ഞാൻ പറയുന്നില്ല. ഷബ്നം സുലൈമാൻ ബല്ലെ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഷബ്നം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ റംഗ് എക്സ്പ്രസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത സൺഡേ ഞങ്ങൾ തിരിച്ചെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. പുതിയ ആശയങ്ങളും പുതിയ ഇൻഫർമേഷൻസും പുതിയ തമാശകളും പുതിയ ഇടികളും ഒക്കെ ആയിട്ട്. അതുവരെ ഞാൻ RJ ഫരി, ഞാൻ RJ വിക്കി. പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ ഷെയർ ചെയ്ത് തന്നു അല്ലേ. ഈ ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ അത് ഈ ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, എല്ലാ സൺഡേസും 7 മണിക്ക് RJ വിക്കിയും RJ ഫരിയും വരുന്ന റേഡിയോ റംഗ് എക്സ്പ്രസ് എന്ന പരിപാടിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ അവരെല്ലാം ഞങ്ങളുടെ പരിപാടിയിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. മതിയടോ. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കലയും താണ്ടി റേഡിയോ റംഗ് കലയും